ഹലോ. ഓഡിബിൾ ആണ് ശ്രീകാന്ത്. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് പ്രജിതയ്ക്കും JCയുടെ വുമൻസ് വിങ്ങോ അതിന് ഞാനൊരു താങ്ക് യു പറയാണ്. കാരണം ഇപ്പോൾ സ്ത്രീകള് രക്തദാനത്തിൽ നിന്ന് പുറകിലോട്ട് നിൽക്കുകയാണ്. അത് പല കാരണം കൊണ്ടാവാം, അവർക്ക് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾ ഇപ്പോ രക്തദാനത്തിൽ നിന്ന് പുറകോട്ടാണ്. അതായത് ഇപ്പൊ ഒരു സാധാരണ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആയാലും ഒരു സ്ഥലത്ത് ഒരു 100 ഡൊണേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10 താഴേക്കായിരിക്കും സ്ത്രീകളുടെ പങ്കാളിത്തം. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം അതിൽ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി JCയുടെ ഭാഗത്തുനിന്നുള്ള ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകളും. നാളെ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. മലയാളത്തിൽ പറയുമ്പോൾ ലോക രക്തദാതൃദിനം. പലരും രക്തദാന ദിനം എന്ന് പറയുന്നുണ്ട്, കറക്റ്റ് ദാതൃദിനം എന്നാണ് അതിന്റെ കറക്റ്റ് മലയാളം വരുന്നത്. അത് ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററിയും കൂടി പറഞ്ഞു പോവാണ്. എന്തുകൊണ്ട് June 14 അതിനു വേണ്ടി സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ A പോസിറ്റീവ്, B പോസിറ്റീവ് എന്നൊക്കെ പറയും. അതായത് ബ്ലഡിന് നമ്മൾ ABO സിസ്റ്റം വഴിയാണ് ഗ്രൂപ്പിംഗ് പറയുന്നത്. അതുപോലെ പോസിറ്റീവ് പറയുന്നത് ബ്ലഡിലുള്ള RH ഫാക്ടറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞത്. ഇതെല്ലാം കണ്ടുപിടിച്ചത് ഒരു സയന്റിസ്റ്റ് ആണ്, കാൾ ലാൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ആണ് June 14 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് WHO June 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ തന്നെ ബ്ലഡ് ഡൊണേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഡോണേഴ്സിനെ ഒരു ഫെസിലിറ്റേഷൻ, അവർക്കൊരു ആദരവ് കൊടുക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അതൊക്കെയാണ് June 14 പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ എല്ലാവരും തന്നെ, ചെറിയ കുട്ടികളോട് പറയുമ്പോൾ എല്ലാവരും തന്നെ വലിയ ആൾക്കാരാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബ്ലഡിന്റെ ഒരു ആവശ്യം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ രക്തത്തിന്റെ ആവശ്യം, രക്തദാനത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അധികം വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡൊണേഷൻ പ്രൊസീജിയർ, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിന് അതിനുശേഷം ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന പ്രൊസീജിയർ എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമുക്കിപ്പോ വൺ സൈഡ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞില്ല, കാരണം അപ്പുറത്തും കൂടി ഡൗട്ട്സ് ക്ലിയറിങ്ങോ എന്തെങ്കിലും ഇതും കൂടി പറയുമ്പോഴാണ് ഒരു ആക്റ്റീവ് കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ആദ്യം തന്നെ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്താ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചുവപ്പ് നിറം അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ ആ ബ്ലഡിൽ തന്നെ പല ഘടകങ്ങളുണ്ട്. ഇതില് ബൈ പ്രൊഫഷൻ ആരൊക്കെ ഏതാണെന്ന് അറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ചിലപ്പോ വലിയ പ്രൊഫഷണൽസിൽ ഉണ്ടാവാം, അവരൊന്ന് ക്ഷമിക്കുക, ബേസിക്സ് പറഞ്ഞു പോണതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ബ്ലഡ്. ആ ഒരു ഫ്ലോ എപ്പോ സ്റ്റോപ്പ് ആവണോ അപ്പൊ നമ്മൾ തീർന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡിനെ ഒഴുകുന്ന ജീവൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പല ഈ പറഞ്ഞ ചില സ്ഥലത്തൊക്കെ പല ബുക്സിലും അങ്ങനെയാണ് അതിനെ കാണിക്കാറ്, ഒഴുകുന്ന ജീവൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. ഈ ബ്ലഡിന് പല ഘടകങ്ങളുണ്ട്. അധികം സയന്റിഫിക് ആയിട്ടുള്ള വശത്തേക്ക് പറയുന്നതല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ബ്ലഡിന്റെ ഘടകങ്ങളെ കുറിച്ചും നമുക്ക് ഡോക്ടർ എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കേണ്ടത് തരുന്നത് അതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു രൂപം കിട്ടാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. ബ്ലഡില് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന റെഡ് കളറിലുള്ള RBC എന്ന് പറയുന്ന ഘടകം, ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഉള്ള RBC, റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ അതുപോലെ തന്നെ WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, അതുപോലെയുള്ള സെൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഫ്ലോ ചെയ്ത് ഒഴുകി നടക്കുന്ന ഒരു പ്ലാസ്മ എന്ന് പറയുന്നുള്ള ഒരു മീഡിയം ഉണ്ട്. ഈ പ്ലാസ്മ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഇതില് പിന്നെ കുറച്ച് സെൽസും കുറച്ച് പ്രോട്ടീൻസും അതുപോലെയുള്ള മിനറൽസും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ കാണുന്ന ബ്ലഡ് എന്ന് പറയുന്നത്.
ഇപ്പോ ഒരു പേഷ്യന്റിന് എപ്പോഴെങ്കിലും രക്തം ആവശ്യം വന്നു എന്ന് പറയുമ്പോൾ നേരെ ഒരാളുടെ ബ്ലഡ് സിസ്റ്റം ബ്ലഡ് ഡോണർ ബ്ലഡ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ബാങ്ക് കളക്ട് ചെയ്യും. അതിനുശേഷം അതിൽ കുറച്ച് സ്ക്രീനിങ്, കുറച്ച് ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റുകൾ നടത്തും. അതുപോലെ തന്നെ ഈ ബ്ലഡിനെ പല ഘടകങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ ഉള്ളൂ. WBC പറഞ്ഞു, പിന്നെ അതുപോലെ RBC പറഞ്ഞു, പ്ലാസ്മ പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞു. പ്രധാനമായിട്ടും 3 കമ്പോണന്റ് ആയിട്ട് ഈ ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്യും. RBC ഉള്ള പാർട്ട് സെപ്പറേറ്റ് ചെയ്യും, പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യും. ഈ 3 കമ്പോണന്റെയും ഡ്യൂട്ടീസ് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റിന് മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് മാത്രമായിരിക്കും ആവശ്യം. അപ്പോൾ ആ കമ്പോണന്റ് മാത്രമായിരിക്കും ഡോക്ടർ ആ രോഗിക്ക് കൊടുക്കാൻ പറയുന്നത്. ഇപ്പോ ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് അനീമിക്കായി, രക്തക്കുറവ് വന്നു, ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ അവസ്ഥയിൽ മിക്കവാറും ഡോക്ടർ പറയാ അയാൾക്ക് പാക്കറ്റ് സെൽ, അതായത് ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടാനുള്ള ആ കമ്പോണന്റ് കൊടുക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് വന്നു, അവർക്ക് കൂടുതലും കീമോയുടെ ഭാഗമായിട്ടോ മറ്റു കാരണം കൊണ്ടോ അവർക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടാവും കൂടുതലും കുറവ് വരാറ്. അപ്പൊ ഡോക്ടർ അവരോട് പ്ലേറ്റ്ലെറ്റ്സ് ആണ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ മെഡിക്കൽ ഓഫീസർ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിഷ്യൻ ഏത് കമ്പോണന്റ് ആണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് മാത്രമാണ് ആ പേഷ്യന്റിന് കൊടുക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ ടൈം അത് ഒരു 3 പേർക്കാണ് ഉപകാരത്തിൽപ്പെടുന്നത്. ഇപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവാം, പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ മെഡിസിൻ ഡെവലപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അസുഖങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ബ്ലഡിന്റെ ആവശ്യം ഡേ ബൈ ഡേ കൂടിയ വരുന്നത്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഏകദേശം 13 മില്യൺ ആണ് ഇന്ത്യയിലെ ബ്ലഡിന്റെ ആനുവൽ നീഡ് എന്ന് പറയുന്നത്. അതില് ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വഴി ആ രീതിയിൽ നടക്കുന്നത് ഏകദേശം 11 മില്യൺ ആണ്. ഏകദേശം ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 മില്യന്റെ ആണ് നമ്മുടെ രാജ്യത്തെ മാത്രം. അപ്പോ 2 മില്യന്റെ ഗ്യാപ്പാണ് നമ്മുടെ രാജ്യത്ത് ബ്ലഡിന്റെ ഷോർട്ടേജ് വരുന്നത്. ഏകദേശം ഇതൊക്കെ ഒരു ഏകദേശ കണക്കുകളാണ്, പല സ്റ്റഡീസ് പറയുന്ന ഏകദേശ കണക്കുകളാണ്. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്നതിൽ തന്നെ എത്ര പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ട്? ഇത്രയും ആരോഗ്യവും ബ്ലഡ് കൊടുക്കാൻ വില്ലിങ്ങും ഉള്ള നമ്മളെ പോലെയുള്ള ഒരുപാട് പേര് ഇരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് 2 മില്യൺ, ഏകദേശം 20 ലക്ഷം ആണ് അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായി ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നത്. ഇപ്പോ ഒരു ആൾ രക്തം കൊടുക്കാൻ തയ്യാറായി വന്നു, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും? എല്ലാവർക്കും പറ്റില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഒരു ജനറൽ ന്യൂട്രൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായിട്ടും ബ്ലഡ് ഡൊണേഷന്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് തന്നെ പറയണം. കാരണം പുരുഷന്മാർക്ക് 90 ദിവസം 3 മാസം കഴിയുമ്പോൾ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് 120 ദിവസം 4 മാസം കഴിഞ്ഞാലാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും എന്നാണ്. ഒരു ട്രാൻസ്ജെൻഡറിനോ അതർ കമ്മ്യൂണിറ്റിക്കോ ഇന്ത്യയിലെ നിലവിലെ ഗൈഡ് ലൈൻ പ്രകാരം രക്തം ദാനം ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊരു ലൈഫ് സ്റ്റൈലും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും അവരൊരു റിസ്കി കാറ്റഗറി എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ രക്തം ദാനം ചെയ്യാൻ പറ്റില്ല. ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് നമുക്ക് 50 കിലോഗ്രാം വെയിറ്റ്, ഭാരം 50 കിലോഗ്രാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായം 18-നും 65-നും ഇടയ്ക്ക്. 65 വയസ്സ് വരെ രക്തം ദാനം ചെയ്യാമെങ്കിലും ഈ 65 വയസ്സിൽ ഒരാൾ ആദ്യമായിട്ട് രക്തം ദാനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അവരുടെ ആദ്യത്തെ ഡൊണേഷൻ 60 വയസ്സിന് മുൻപായിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട് അതിനകത്ത്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ഡൊണേഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ. അടുത്തതെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കൗണ്ട് ആണ്. അത് ബ്ലഡ് ബാങ്ക് ചെക്ക് ചെയ്തോളും. ഏകദേശം 12.5 എബോവ് ആയിരിക്കണം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൗണ്ട് നിങ്ങളൊരു രക്തം ദാനം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ദാനം ചെയ്യുന്നതിന് മുൻപ് തലേ ദിവസം
നിർബന്ധമായിട്ടും 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവണം. ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് എടുക്കില്ല. അത് പലപ്പോഴും ഡോണർ ഫെയിന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട്. അതുപോലെ രക്തദാനത്തിന് മുമ്പ് 4 മണിക്കൂർ മുമ്പെങ്കിലും ഒരു നല്ലൊരു മീൽസ് കഴിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ചെറിയ സ്നാക്സ് അല്ല, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മീൽസ് 4 മണിക്കൂറെങ്കിലും മുൻപ് കഴിച്ചിട്ടുണ്ടാവും. ഇത്രയാണ് ഒരു ഡോണർക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഡോണർ ബ്ലഡ് ബാങ്കിൽ എത്തി നമ്മളൊരു കൺസെന്റ് ഫോം നമ്മുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുന്നു. ആ കൺസെന്റ് ഫോമിൽ ഏകദേശം ഒരു 20-22 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ ഡോണർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ, അതല്ലെങ്കിൽ ഡോണറുടെ ഹെൽത്ത് വൈസ് ഓക്കെ ആണോ, ഡോണർ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് എടുത്തിട്ടുണ്ടോ, വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിലാണ് ഒരു ഡൊണേഷൻ പ്രൊസീജിയറിലേക്ക് പോവുക. ഈ പറയുന്ന ഫോമിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ ആണ്. അതിനുശേഷം നമ്മളൊരു കൺസേൺ സൈൻ ചെയ്യുന്നു, ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ ആ ഡോണറിനെ പരിശോധിക്കുന്നു, അയാളുടെ വൈറ്റൽസ് നോക്കുന്നു. ഡോക്ടർക്ക് ഡോണർ ഫിറ്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഡൊണേഷനിലേക്ക് പോകും. ഡൊണേഷൻ പ്രൊസീജിയർ ഏകദേശം ഒരു 7 മിനിറ്റ് ആണ് സമയം എടുക്കുന്നത്. ഒരു ഡോണറിൽ നിന്നും അറ്റ് എ ടൈം 2 തരത്തിലുള്ള ബാഗാണ് എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ 350 ml, അതല്ലെങ്കിൽ 450 ml. ഒരു 55 കിലോഗ്രാം കൂടുതൽ ഭാരമുള്ള ആളാണെങ്കിൽ അയാളിൽ നിന്ന് 450 ml ആണ് ബ്ലഡ് കളക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് 350 ml ആയിരിക്കും കളക്ട് ചെയ്യുക. ഓഡിയബിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? ഓഡിബിൾ ആണ്. എന്റെ വീഡിയോ വർക്കിംഗ് ആണോ? യെസ്. ഓക്കെ. ഞാൻ ഈ സൂം അധികം ഉപയോഗിച്ചില്ല, അത് കാരണം എനിക്ക് എന്റെ വീഡിയോ കാണുന്നില്ല. ഓക്കെ. ബ്ലഡ് ബാങ്ക് ഡോണറിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തു. ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം അവർ പല കമ്പോണന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് അതിനെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആദ്യം പറഞ്ഞില്ലേ, പല കമ്പോണൻസ്. ഓരോ കമ്പോണൻസിനും അതിന്റെ ഷെൽഫ് ലൈഫ് ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരു പ്ലാസ്മ എന്ന് പറയുന്ന കമ്പോണന്റ് 1 വർഷം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രോസൺ ആയിട്ട്. പിന്നെ അതുപോലെ RBC നമുക്കൊരു 30-32 ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പ്ലേറ്റ്ലെറ്റ്സിന് 4 ഡേയ്സ് മാത്രമേ ലൈഫ് ഉള്ളൂ. ഇങ്ങനെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുൻപ് അവർ പ്രധാനമായിട്ടും 5 അസുഖങ്ങളുടെ ടെസ്റ്റാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അത് ഓരോ നേഷനിലും ചിലപ്പോൾ വേരി ചെയ്യാം അവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രകാരം. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഇത് പ്രകാരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 5 അസുഖങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അത് HIV, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, C, സിഫിലിസ്, അതുപോലെ തന്നെ 5 അസുഖങ്ങളാണ് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു ഡോക്ടർ ഒരു രോഗിക്ക് ഏത് കമ്പോണന്റ് ആണ് ആവശ്യം എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ സാമ്പിൾ തരും. അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാച്ച് ചെയ്ത് ബ്ലഡ് എടുത്തിട്ട് വരാം. ക്രോസ് മാച്ച് ചെയ്ത് ഡോണറുടെ ബ്ലഡും ഡോണറുടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലഡ് കമ്പോണന്റും പേഷ്യന്റിന്റെ ബ്ലഡുമായിട്ട് മാച്ച് നോക്കി അത് ക്രോസ് മാച്ചിങ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത്. ഇതാണ് സാധാരണ ഒരു ബ്ലഡ് ഡൊണേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇതില് ആൾക്കാർക്ക് കൂടുതൽ സംശയമുള്ള പാർട്ട് എന്ന് പറയുന്നത്, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു കമ്മലിട്ടാൽ മൂക്കുത്തി കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതുപോലെയുള്ള എന്ത് ചെയ്താലും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തെ ഡെഫറൽ പീരീഡ് ആണ് പറയുന്നത്. ടാറ്റു ചെയ്യുക, അതുപോലെ ഇയറിങ്, പിന്നെ മേജർ സർജറികൾ, ഇതിനെല്ലാം 1 വർഷമാണ് ഡെഫറൽ പീരീഡ് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാറ്റു ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്ഥിതി പല സ്ഥലത്തും പല രീതിയിലാണ്. ഇവിടെ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി ഹൈജീനിക്കായ സ്ഥലത്ത് ടാറ്റു ചെയ്യുന്ന പോലെ ആവില്ല ചിലപ്പോ നോർത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോയിട്ട്
റോഡ് സൈഡിൽ ഇരുന്ന് ടാറ്റു ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ഒരാൾ ഉപയോഗിച്ച ആ സെയിം നീഡിലോണ്ടായിരിക്കും രണ്ടാമത്തെ ആൾക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. പക്ഷേ ആ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും അത് ചിലപ്പോ കുറച്ചധികം നാള് ആ വൈറസ് നമ്മുടെ ബോഡിയിൽ സൈലന്റ് ആയിരിക്കും. അതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഒരു വർഷം ഈ പറഞ്ഞ ടാറ്റു, അതുപോലെ കമ്മലിടുക, മൂക്കുത്തി, അതിനെല്ലാം ഒരു വർഷം വിൻഡോ പീരീഡ് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് ഈ മെഡിസിൻസ് എടുക്കുമ്പോഴാണ്, ആന്റിബയോട്ടിക്സ് കഴിയുമ്പോൾ. നിലവില് ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് 14 days, അത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ചോദിക്കുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞു പോവാം. ഓരോ വാക്സിനേഷനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് പീരീഡ് പറഞ്ഞു പോകുന്നത്. ഇപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് പലതരത്തിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ എന്തെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്ലാസ്മ, അതുപോലത്തെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഏകദേശം 6 മാസമാണ് ഡിഫറെന്റ് പീരീഡ് പറയുന്നത്. പിന്നെ പീരീഡ്സിന്റെ സമയത്ത് രക്തം ദാനം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു വർഷം രക്തം ദാനം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫീഡിങ്ങിന്റെ സമയത്ത് രക്തം ദാനം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓറലായിട്ടുള്ള കോൺട്രസെപ്റ്റീവ് പിൽസ് ആണെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോളൂ കേട്ടോ. സർ, എക്സ്ക്യൂസ് മീ. യെസ്, കേൾക്കാനുണ്ടോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഇത് നമ്മൾ ലേഡീസിന്റെ വിങ് ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം ഹോർമോണൽ ഇഷ്യൂസ് ആണ്. ഇപ്പോഴത്തെ PCOD, PCOS, തൈറോയിഡ് പോലുള്ള ഒരു അസുഖങ്ങൾ, ഹോർമോണൽ ഇഷ്യൂസ്, ഇംബാലൻസസ് ഉണ്ടാവുന്നവരാണ് കൂടുതലും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബ്ലഡ് ഡൊണേഷന് താല്പര്യമുള്ള ഒരാളാണ്. ലാസ്റ്റ് ടൈം പ്രജിത ഇങ്ങനെ ഒരു ഇൻവൈറ്റ് നടത്തിയപ്പോ എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് തൈറോയിഡ് ഉള്ളത് കൊണ്ട് ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോൾ ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് വരുന്നതെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്താൽ നന്നായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ഈ തൈറോയിഡ്, അതുപോലെ തന്നെ പറഞ്ഞ ഷുഗർ, പ്രഷർ, ഇവർക്കൊന്നും രക്തം ദാനം ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പുതിയൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ ഗൈഡ് ലൈൻ വന്നേക്കുന്നത്. അത് പ്രകാരം തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. മെഡിസിൻ കഴിച്ച് നിങ്ങളുടെ ഹോർമോൺ ലെവൽസ് നോർമൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗറിന്റെ മെഡിസിൻ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നിങ്ങളുടെ ഷുഗർ ലെവലിൽ വേരിയേഷൻ ഇല്ല, നിങ്ങളുടെ മെഡിസിന്റെ ഡോസും ചേഞ്ച് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പുതിയ ഗൈഡ് ലൈൻ പ്രകാരമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഒക്കെ നമ്മള് കാലത്ത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് അതിന്റെ മെഡിസിൻ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മരുന്ന് കഴിച്ച് ഇത്ര സമയം ഉണ്ടോ? അതായത് ഇപ്പൊ ഇത്ര സമയം കഴിഞ്ഞിട്ട് പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് ഒരേ ഡോസേജ് ആണ്, അത് കഴിച്ച് തൈറോയിഡ് കൺട്രോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ രക്തം ദാനം ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ? സാർ, എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? വീഡിയോ കേൾക്കാനുണ്ടോ? വീഡിയോ സ്റ്റക്ക് ആയില്ലേ? നമുക്ക് എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? സർജറീസ് മേജർ സർജറി, മൈനർ സർജറി, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ടിനും 2 രീതിയിലാണ് പറയുന്നത്. മൈനർ സർജറി ആണെങ്കിൽ അതിന് 6 months, മേജർ സർജറി ആണെങ്കിൽ അത് 1 year എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
അതുപോലെ കാർഡിയാക്കിന്റെ സ്ഥിരമായിട്ട് കാർഡിയാക് ഇഷ്യൂസ്, അതായത് എന്തെങ്കിലും കാർഡിയാക് സർജറി കഴിഞ്ഞവരോ അതുപോലത്തെ വലിയ സർജറീസ് കഴിഞ്ഞവരെ പെർമനന്റ് ആയിട്ട് ഡെഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഇല്ലേ, ആസ്പിരിൻ പോലെ, ആസ്പിരിൻ കണ്ടന്റ് പോലെയുള്ളത്, അവരെയും ബ്ലഡ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകൾ, ഗ്ലൂട്ടാത്തയോൺ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു മൈനർ പ്രൊസീജിയർ ആയിട്ട് കണക്കാക്കി അതിന് 6 months ആണ് ഡെഫറൽ പീരീഡ് പറയുന്നത്. ഇപ്പോ മെറീൻ ഇൻസേർട്ട് ചെയ്യുന്നവരുടെ കാര്യത്തിലും ഞാൻ ഡോക്ടർ പറഞ്ഞത് അതിനെക്കുറിച്ച് ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മെറീൻ ഇൻസേർട്ട് ചെയ്ത അങ്ങനെയുള്ളവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. Okay, continue. ഓക്കെ. ഇപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ പോസിറ്റീവ്, ABO വെച്ചിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയുന്നത്. അത് അതിൽ തന്നെ RH കണ്ടന്റ് വരുമ്പോൾ എ പോസിറ്റീവ്, ബി പോസിറ്റീവ് അങ്ങനെ വരും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടിയും സാധാരണ രീതിയിൽ വിട്ട് കുറച്ചും കൂടിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അതിൽ വരുന്ന ഒരു കേസാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോ പറയാൻ കാരണം ഇപ്പൊ റീസെന്റ് നമുക്ക് തൃശ്ശൂര് കൂടുതൽ ബോംബെ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നോർമലി അത് സാധാരണ രീതിയിൽ നമ്മളൊരു ഗ്രൂപ്പിംഗ് നടത്തുമ്പോൾ ഓപ്പോസിറ്റീവ് തന്നെയായിരിക്കും, ഓപ്പോസിറ്റീവ് പോലെ തന്നെയാണ് കാണിക്കുക. പക്ഷേ അതൊരു ക്രോസ് മാച്ചിങ് നോക്കുന്ന സമയത്ത് മാച്ച് ആവാത്ത അവസ്ഥ വരും. ആ സമയത്താണ് നമ്മളത് ഡീറ്റെയിലിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ബോംബെ ആണെന്ന് അറിയുന്നത്. ഇത് ബോംബെ എന്ന് പേര് പറയാൻ കാരണം ഒരു 1950s ബെൻഡെ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ബോംബെയിലാണ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന് OH ഗ്രൂപ്പ് എന്നൊക്കെ പറയും അല്ലാതെ പുറത്ത് പറയുമ്പോൾ. അപ്പോ അതൊരു റെയർ കേസാണ്, ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം നമുക്ക് ഇന്നലെ ജൂബിലി മിഷനിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ആ പേഷ്യന്റിന് കിഡ്നി റിമൂവ് ചെയ്യുന്ന സർജറിയാണ്. O പോസിറ്റീവ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവർ മുമ്പ് ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലും O പോസിറ്റീവ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നിട്ട് ബ്ലഡ് മാച്ച് ആയത് വന്നപ്പോഴാണ് അവരത് ഐഡന്റിഫൈ ചെയ്തത് ബോംബെ ആണ്. ഇതുപോലെ തന്നെ പല റെയർ കേസസും ചിലപ്പോൾ വരാറുണ്ട്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ 2 നല്ല ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. അത് ഒന്ന് ജൂബിലി മിഷനും അമരിയും. ഈ കാര്യത്തിലൊക്കെ മറ്റു പല ജില്ലകളും ഒരു റഫറൽ സെന്റർ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ബ്ലഡ് ബാങ്ക്സ് ആണത്. പിന്നെ പറയാനുള്ളത് അഫാരിസിസ് എന്ന് പറയുന്ന ഒരു ഡൊണേഷനാണ്. അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് അതിനുള്ള കുറവാണ്, സ്ത്രീകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 പ്രാവശ്യം ഡെലിവറിയോ അതല്ലെങ്കിൽ 1 പ്രാവശ്യം അബോർഷൻ, അങ്ങനെ 2 പ്രാവശ്യം നടന്നിട്ടുള്ളവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. കാരണം അഫാരിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൊണേഷൻ പ്രൊസീജിയർ ആണ്. നമ്മൾ ബ്ലഡില് ആദ്യമേ പറഞ്ഞു പല കമ്പോണൻസ് ഉണ്ട്, RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, WBC ഉണ്ട്. ഇതിൽ ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് അത് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അഫാരിസിസ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു പേഷ്യന്റിന് പ്ലേറ്റ്ലെറ്റ്സ് മാത്രമാണ് ആവശ്യം. സാധാരണ രീതിയിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ പെർ ഡേ 5 പേരുടെ 6 പേരുടെ ഒക്കെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനത്തെ കേസിൽ SDP വഴി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഫാരിസിസ് വഴി പ്ലേറ്റ്ലെറ്റ്സ് എടുക്കുന്നതിനെയാണ് SDP സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതുവഴി കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 പേരുടെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഡോണറിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അയാൾക്ക് ഒരു 14 days കഴിയുമ്പോൾ രണ്ടാമത് ഡൊണേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് നമുക്ക് ഇവിടെ നിലവിൽ തൃശ്ശൂർ ജൂബിലി മിഷൻ, അമല, പിന്നെ മെഡിക്കൽ കോളേജ്, ഈ 3 സ്ഥലത്തും ഇപ്പോ അഫാരിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു അടുത്തൊരു നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ടെസ്റ്റ് ആണ് നാറ്റ് എന്ന് പറഞ്ഞിട്ട്.
ഈ നാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോ ചില സമയത്ത് ഇപ്പോൾ ടാറ്റു ചെയ്യുന്നത് വഴി സെയിം നീഡിൽ വഴി ഉപയോഗിക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഡോണറുടെ ബോഡിയിൽ വൈറസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ടൈം പീരീഡിൽ സൈലന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നോർമൽ ടെസ്റ്റ് നടത്തി അത് കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞ ഒരു വർഷമൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. ഇപ്പോ ഒരു 4 വർഷം 5 വർഷം മുൻപ് കേട്ടിട്ടുണ്ടാവും, ബ്ലഡ് സ്വീകരിക്കുന്നത് വഴി RCCയിൽ ഒരു കുട്ടിക്ക് HIV വന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് പേഷ്യൻസിന് ഇഷ്യൂ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നാറ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആ ഒരു ടെസ്റ്റ് വഴി നമ്മൾ നാറ്റ് ടെസ്റ്റ് നടത്തിയ ബ്ലഡ് ആണ് പേഷ്യന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു 99.999% സേഫസ്റ്റ് ആയിരിക്കും. കാരണം ഒരു ഇൻഫെക്ഷൻ എത്തി അതൊരു 3 to 5 ഡേയ്സിനുള്ളിൽ തന്നെ ആയാലും നാറ്റ് വഴി അത് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ ബാക്കി ഒരു പബ്ലിക് സെക്ടറിൽ നാറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇപ്പൊ IMA നമ്മൾ ഒരു യൂണിറ്റ് ബ്ലഡ് എടുക്കുമ്പോൾ അതിന് ഏകദേശം 1000 രൂപയാണ് ചാർജ് വരുന്നത്. ഞാൻ പറഞ്ഞത് റെഡ് ബ്ലഡ് സെല്ലിന്റെ റേറ്റ് ആണ് പറയുന്നത്. 1000 രൂപയോളാണ് ചാർജ് വരുന്നത്. ഈ ചാർജ് എന്ന് പറയുന്നത് അവരതിൽ വേണ്ട ടെസ്റ്റുകൾ നടത്തണേലും അവർക്ക് അവിടെ സ്റ്റോറിങ്ങിന് വേണ്ട ആ ഒരു എക്സ്പെൻസ് കണക്കാക്കിയിട്ടാണ് പെർ ബാഗിന് 1000 രൂപ അവർ ഈടാക്കുന്നത്. പക്ഷെ നാറ്റ് ചെയ്ത ഒരു ബാഗ് എടുക്കേണ്ടി വരുമ്പോൾ ജൂബിലി മിഷനിൽ നിന്നോ അമലയിൽ നിന്നോ എടുക്കേണ്ടി വരുമ്പോൾ ഏകദേശം 2000-2100 രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് വരും. അപ്പോ പബ്ലിക് സെക്ടർ അത് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ സേഫസ്റ്റ് നാറ്റ് ആണ്. ഇപ്പൊ നമ്മളായാലും പല സ്ഥലത്തും പരമാവധി നാറ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോക്കോളൂ. ഇല്ല തോന്നുന്നു, കണ്ടിന്യൂ ചെയ്തോളൂ, ലാസ്റ്റിന് ഉണ്ടാവും. ഓക്കെ. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ക്യാമ്പില്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ ക്യാമ്പിൽ ബ്ലഡ് കൊടുക്കില്ല, ഞങ്ങള് പേഷ്യന്റിന് നേരിട്ട് ബ്ലഡ് കൊടുക്കുള്ളൂ, ഈ ബ്ലഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കുകാർ അതെടുത്ത് പൈസക്ക് മറച്ചു വെക്കും. അങ്ങനെ അതൊക്കെ ശരിക്കും ഒരു മിത്താണ്. മിത്ത് എന്ന് പറയാൻ കാരണം ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, രാത്രിയാണ് സമയം. ആ സമയത്ത് ആ പേഷ്യന്റ് വളരെ എമർജൻസി ആയിട്ട് ബ്ലഡ് കമ്പോണൻസ് കയറ്റേണ്ട അവസ്ഥ വരാണ്. ആ സമയത്ത് ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു ഡോണറുടെ ബ്ലഡ് എടുത്തിട്ട് അത് സ്ക്രീൻ ചെയ്ത് അതിലെല്ലാ പ്രൊസീജിയറുകളും കഴിഞ്ഞ് അതൊരു പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 മണിക്കൂർ സമയം വേണ്ടി വരും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോകുന്ന ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അതൊരു ഗോൾഡൻ അവർ ആണ്. ആ ഗോൾഡൻ അവറിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ ലൈഫിന് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വയർമെന്റിന് കാത്തു നിൽക്കാതെ നിങ്ങൾ എപ്പോഴാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന സമയം, നിങ്ങളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് 3 മാസം അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ 4 മാസം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ഡൊണേറ്റ് ചെയ്യുക. അതല്ലാതെ ഒരാവശ്യത്തിന് കാത്തു നിൽക്കാതെ തന്നെ കൃത്യമായിട്ട് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കണ്ടിന്യൂ ചെയ്തു പോവുക. ഇപ്പൊ ജോലിക്ക് പോകുന്നവരാവാം, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ സ്പെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ നമുക്ക് ഇവിടെ തൃശ്ശൂരത്തെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലഡ് ബാങ്ക് സൺഡേസ് 365 ഡേയ്സ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് പബ്ലിക് ഹോളിഡേ ആയാലും എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് നേരെ പോയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതൊരു വിളിക്ക് കാത്തുക്കല്ല, നേരെ പോയി ഡൊണേറ്റ് ചെയ്യാം. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റാം. അതുകൊണ്ട് ഡോണർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ടൈം പീരീഡിൽ ഒരു ചെറിയൊരു റുട്ടീൻ മെഡിക്കൽ ചെക്കപ്പ് പോലെ നടക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവലില് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവലിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഒക്കെ വരാൻ സാധിക്കും. അതെല്ലാം കൃത്യമായിട്ട് അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ BP, അതുപോലത്തെ ചെറിയ രീതിയിലുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് ഒരു റൊട്ടീൻ പീരീഡിൽ തനിയെ നടന്നുകൊണ്ടിരിക്കും ബ്ലഡ് ഡൊണേഷൻ വഴിയായിട്ട്. ചില സ്റ്റഡീസ് പറയുന്നത് ഈ പറയുന്ന കാർഡിയാക് ഇഷ്യൂസ് കുറയ്ക്കാൻ സ്ഥിരമായിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ സഹായിക്കുന്നതാണ്. കാരണം പറയുന്നത്
നമ്മുടെ ബോഡിയിലെ അയണിന്റെ അളവ് ഒരു കൃത്യമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ബ്ലഡ് ഡൊണേഷൻ വഴി സഹായിക്കും. പിന്നെ ഈ പുരുഷന്മാർക്ക് വരുന്ന അല്ലെങ്കിൽ ചെറിയ ബോയ്സിലൊക്കെ വരാനുള്ള ഒരു പ്രശ്നമാണ് ഹീമോഗ്ലോബിന്റെ അളവ് കൂടുക. സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന പ്രശ്നമാണെങ്കിൽ പുരുഷന്മാർക്ക് കൂടുന്ന ഇഷ്യൂ വരാറുണ്ട്. അതിന് അതായത് ഒരു 12.5 തൊട്ട് 17.5 വരെയാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്ന ഹീമോഗ്ലോബിന്റെ അളവ്. അതിൽ കുറഞ്ഞാലും കൂടിയാലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 17.5ലും ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടുകയാണെങ്കിൽ നിങ്ങൾക്കിടെ ബ്ലഡ് എടുത്ത് കളയേണ്ടി വരും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുള്ളവരൊക്കെ ഒരു 16 17 ഒക്കെ ഹീമോഗ്ലോബിൻ കൗണ്ട് ഉള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ ഹീമോഗ്ലോബിൻ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഹീമോഗ്ലോബിന്റെ കൗണ്ട് കൂടുന്നതിന്റെ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. കട്ടി കൂടിയ ആ ഒരു രൂപം കൂടും ബ്ലഡിന്റെ. അപ്പൊ നമ്മുടെ ഹാർട്ട് അത് പമ്പ് ചെയ്യാനായിട്ട് ഓവർലോഡ് എടുക്കേണ്ടി വരും. അത് മേ ബി എന്തെങ്കിലും കാർഡിയാക് ഇഷ്യൂസിലൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബോഡിയിലെ ഹീമോഗ്ലോബിന്റെ അല്ലെങ്കിൽ അയൺ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്ലഡ് ഡൊണേഷൻ അതിനെ ഒരുപാട് സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു മനസ്സുഖമാണ്. മറ്റെന്ത് ഗുണം, മോണിറ്ററി ബെനിഫിറ്റ് എന്തുമല്ല, നമുക്കൊരു മനസ്സുഖമാണ്. നമ്മൾ കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സുഖം. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഇപ്പൊ നമുക്കിവിടെ ഒരുപാട് ഡൊണേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഏകദേശം 2014 മുതൽ 11 വർഷമായിട്ട് ബ്ലഡ് ഡൊണേഷൻ രംഗത്തുണ്ട് എന്നല്ല, ബ്ലഡ് ഡൊണേഷൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇതെന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോ നമ്മുടെ പല യങ് ജനറേഷനും പുറത്തേക്ക് പോകുന്നുണ്ട്. UK-യിലും ദുബായിലും ന്യൂസിലൻഡിലും പോകുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ അവിടെയൊക്കെ പോയിട്ടും കൃത്യമായിട്ട് ആ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ നമുക്ക് അയക്കും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതായത് കോളേജിലൊക്കെ ക്യാമ്പ് ചെയ്തോ അല്ലെങ്കിൽ കോളേജിൽ ഒരു ക്ലാസ് കേട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്ന കുട്ടികളാണ്. പക്ഷെ അവര് പുറത്ത് പോയി കൃത്യമായിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഏറ്റവും വലിയത് മനസ്സുഖമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടത് ഹീമോഗ്ലോബിന്റെ ഇഷ്യൂ. ഇപ്പൊ ഞാൻ തന്നെ പല പ്രാവശ്യമൊക്കെ പോയിട്ട് റിട്ടേൺ വരും. HP കുറവാവില്ലാവും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മൾ വില്ലിംഗ്ലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ബ്ലഡ് പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളെ HP ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഹൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് HB ഒരുപാട് താഴെ പോവുകയാണെങ്കിൽ കൃത്യമായിട്ടും, അതായത് ഒരു 10ലൊക്കെ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ച് മാറ്റുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ട് ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞു എന്നുള്ളത് നോക്കാം. സ്ഥിരമായിട്ട് ഒരു 12 ഒക്കെ HP ഉള്ള ആളാണെങ്കിൽ അയാളുടെ കൗണ്ട് പെട്ടെന്ന് ഒരു 2 ഒക്കെ താഴെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടണമെന്നില്ല. നമ്മുടെ ബോഡിയിലെ പല വിറ്റമിൻസും ഈ ബ്ലഡിന്റെ അതായത് അയൺ അബ്സോർബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഇത് ഹീമോഗ്ലോബിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വിറ്റമിൻസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല വിറ്റാമിൻ ഡെഫിഷ്യൻസീസും ഈ പറഞ്ഞ ബ്ലഡ് കൗണ്ട് കുറയാം. എൻ്റെ ഫാദറിന് വിറ്റാമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ആള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു, ഒരു 7 ഒക്കെ വന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ഒരു 2 ഡോക്ടർമാരെ കണ്ടിട്ടും അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അവസാനം അഡ്മിറ്റ് ചെയ്ത് ഒരു 5 ഡേയ്സിന്റെ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തു. അവസാനമാണ് ആ വിറ്റാമിന്റെ ഡെഫിഷ്യൻസി എന്ന് മനസ്സിലായത്. നമുക്ക് സാധാരണ ഒരു 10 11 ഒക്കെ ഉള്ള ഒരു ഹീമോഗ്ലോബിൻ കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അയൺ റിച്ച് ആയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് താഴെ പോകുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും ഒരു ഡോക്ടറെ കണ്ട് റൂൾ ഔട്ട് ചെയ്യണം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ എഗ്ഗ്, പിന്നെ റെഡ് മീറ്റ്, ഇതൊക്കെ ഹീമോഗ്ലോബിൻ കൗണ്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഫുഡുകളാണ്. അതായത് ഞാൻ ചോദിച്ചാൽ നമ്മളിപ്പോ അടുത്ത ആഴ്ച ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ 2-3 ലേഡീസ് നെക്സ്റ്റ് വീക്ക് ബ്ലഡ് ഡൊണേഷന് വില്ലിംഗ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ എല്ലാവരുടെയും കൺസേൺ ഈ പറഞ്ഞ പോലെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ HB കുറവായിരിക്കും,
അപ്പൊ ഞങ്ങളുടെ അടക്കമുള്ളവരുടെ അവസ്ഥയാണത്. കാരണം നമുക്ക് വില്ലിങ് ആണ്, പക്ഷെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച പോയിട്ട് തിരിച്ചു വന്നതാ. എനിക്ക് 11 ഇതില് പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നത്. ഇതില് പ്രധാനമായിട്ടും നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല. ആ നമുക്ക് അതായത് ഒരാഴ്ച കൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് ഹീമോഗ്ലോബിൻ ഒക്കെ കൗണ്ട് കുടിച്ചു. കൂട്ടണം എന്ന് വിചാരിച്ചിട്ട് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് ഉം. എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചയോ അതല്ലെങ്കിൽ ഒരു 3 ആഴ്ചയോ മിനിമം പിടിക്കും. സ്ലോലി ആണ് ഇൻക്രീസ് ചെയ്ത് വരുള്ളൂ. ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ നമ്മൾ നല്ല രീതിയിൽ അയൺ റിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ നല്ല രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കൗണ്ട് ഇൻക്രീസ് ആവും. അതല്ലാതെ എനിക്ക് അടുത്ത തിങ്കളാഴ്ച ഡൊണേറ്റ് ചെയ്യണമെന്ന് ഈ വെള്ളിയാഴ്ച വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു ലൈഫ് ലോങ് സ്റ്റൈലിൽ ടൈം അങ്ങനെ ആക്കണം എന്ന്. അതെ, ഒരു ലോങ് ടൈം ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. വേറെന്തെങ്കിലും? നമ്മളിപ്പോ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്പെസിഫിക്കലി അവിടെ പറയണോ? അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇതുപോലെ തന്നെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു, നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മളത് പറയാണ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ബ്ലഡ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി പറയണമെന്നുണ്ടോ? നമ്മൾ അവിടെ ഒരു ബ്ലഡ് ബാങ്കിൽ എത്തിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യും. അതിനകത്ത് ഈ വക എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. നിങ്ങൾ മുൻപ് രക്തം ദാനം ചെയ്തിട്ടുണ്ടോ? മുൻപ് രക്തം ദാനം ചെയ്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ എത്ര ദിവസം മുൻപാണ് അവസാനം രക്തം ദാനം ചെയ്തത്? ഇതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷമാണ് നമ്മൾ ഡൊണേഷൻ പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ. വേറെ എന്തെങ്കിലും? ഇല്ല, കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. ജനറൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ. അതായത് ഇപ്പൊ നമ്മുടെ അസോസിയേഷനായിട്ട് നമ്മുടെ നമുക്ക് ഇവന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബ്ലഡ് ഡൊണേഷന്റെ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ക്യാമ്പ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉള്ളത്? നമുക്ക് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ബ്ലഡ് ഡൊണേഴ്സ് വേണം. അതൊരു 40 പേരെങ്കിലും ബില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക. ഏകദേശം ഒരു 40 പേരെങ്കിലും വേണം. കാരണം 40 പേരെ നമ്മൾ കൺഫേം ആക്കി വെച്ചാലാണ് ഈ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ട് അവർ ഡെഫേർഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. ടെമ്പററി ഡെഫേർഡ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഓക്കെ. എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നവരോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം BP കൂടിയതോ അങ്ങനെ. അപ്പൊ അങ്ങനെ 40 പേരെ കണ്ടുവച്ചാലാണ് നമുക്കൊരു 35 മസ്റ്റ് ആയിട്ട് എന്തായാലും ഡൊണേഷൻ കിട്ടുള്ളൂ. പിന്നെ ഒരു വെന്യൂ. നമുക്ക് 2 രീതിയിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്താം. അതായത് ഒരു ഹാളില് നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ആ രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് മൊബൈല് വണ്ടി വന്നിട്ട് ആ വണ്ടിയിൽ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാം ചെയ്യാം. അത് ഏതാ വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പോ പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട കാര്യം, ബ്ലഡ് ഡൊണേഷൻ അവിടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ഏകദേശം ഒരു 8 സ്റ്റാഫ് വരും. അവർക്കുള്ള ഒരു ലഞ്ച് അറേഞ്ച് ചെയ്യാം. പിന്നെ അവർക്ക് എന്തെങ്കിലും ടീയോ റിഫ്രഷ്മെന്റോ അങ്ങനെ അറേഞ്ച് ചെയ്യാം. പിന്നെ ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഉള്ള റിഫ്രഷ്മെന്റ് ബ്ലഡ് ബാങ്ക് കൊണ്ടുവരും. എങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂടി ചെറുതായിട്ട് റിഫ്രഷ്മെന്റ് പോലെ കുറച്ച് ലൈം ജ്യൂസോ അതല്ലെങ്കിൽ കുറച്ച് പഴോ അങ്ങനെ എന്തെങ്കിലും കൂടി ഒന്ന് കരുതി വെക്കുക. ഇത്രയാണ് സാധാരണ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട കാര്യം. എക്സ്പെൻസും ഒക്കെ ഇത്രയേ ഉള്ളൂ. വേറെ ഒഫീഷ്യൽ പ്രൊസീജിയർ IMA ആയിട്ടാ എങ്ങനെയാ അത് ഡീൽ ചെയ്യാ? അത് നിങ്ങൾ ഏത് ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയാം. ചിലപ്പോ നിങ്ങൾ പറയുന്ന ഡേറ്റ് ചിലപ്പോൾ IMAക്ക് ഉണ്ടായിരുന്നു വരില്ല. അപ്പോ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലഡ് ബാങ്കായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. കറക്റ്റ് ആ ഡേറ്റിന് ഏത് ബ്ലഡ് ബാങ്ക് ഒഴിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്യും. അങ്ങനെ പേയ്മെന്റ് വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പേയ്മെന്റ് ഒന്നുമില്ല. പേയ്മെന്റ് ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഓൾമോസ്റ്റ്
ഇതിലൊക്കെ കവർ ഒരുവിധം ചെയ്ത് പോയിട്ട് ദൂരെയുള്ള ഓ, റീജിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന കവർ കുറച്ച് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ആ സംസാരത്തിൽ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വൈൻഡപ്പ് ചെയ്യാറായോ? ഓക്കെ, വേറെ ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഒന്നും വൈൻഡപ്പ് ഇല്ല. ചെയ്യാം. വേറെ ഒന്നും ഡൗട്ട്സ് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓൾമോസ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും. ആ, അതെ അതെ. ജിനി, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് ക്ലാസ് എടുക്കുന്ന നമ്മുടെ ബേസിക് കാര്യങ്ങൾ അടക്കം നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ ശ്രീകാന്ത് സാറിന് JCI തൃശ്ശൂരിന്റെ പേരിൽ ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന പ്രസിഡന്റ് ബിജോ ചേട്ടനും അതുപോലെ തന്നെ ലേഡി കോർഡിനേറ്റർ പ്രതി ചേച്ചിക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മണിക്കൂർ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി സമയം ചെലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ജിനി, താങ്ക് യു ശ്രീകാന്ത്. ഓക്കെ, നല്ലൊരു സെഷൻ താങ്ക് യു. ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.